ചിത്താരി ഉസ്താദ് വൃദ്ധനായിരുന്നു, നമുക്കറിയാം. അവിടുത്തെ നിന്ന് ഞാൻ ചില കിതാബുകളൊക്കെ ഓതിയിട്ടുണ്ട്. ഒന്നിച്ച് കുറേ കാലം സഞ്ചരിക്കാൻ പറ്റിയിട്ടുണ്ട്. ഫുൾ ടൈം ഖുർആൻ ഓതുമായിരുന്നു. എപ്പോഴും ഒന്നും ഉണ്ടാവുമായിരുന്നു. മൂത്രമൊഴിക്കാനൊക്കെ എവിടെയെങ്കിലും ഇറങ്ങുകയാണെങ്കിൽ ഉടനെ ഒതുവൊക്കെ എടുത്തിട്ട് ഫുള്ളായിട്ടാണ് വരിക. മുസാഫ് എപ്പോഴും ഉണ്ടായിരുന്നു. ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത. വേറെ കുറേ പ്രത്യേകതകളുണ്ട്, പിന്നീട് പറയാം. നമ്മുടെ വിഷയമായിട്ട് എന്താ ബന്ധം? ഓരോ പോയിന്റിലെത്തുമ്പോഴും തൻ്റെ ഭാര്യയുടെ അഭീഷ്ടത്തിനൊക്കുന്ന ഓരോ സംഗതി കാണുമ്പോഴും അന്ന് ഈ മൊബൈലിൽ കാശൊക്കെ കൊടുക്കണം നന്നായിട്ട്. മിനിറ്റിനൊക്കെ 3-3.5 ചിലവുള്ള അക്കാലത്ത് അപ്പോൾ വിളിക്കും, ഫാത്തിമ അത് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട്. കുറച്ചുകൂടെ അപ്പുറത്തെത്തുമ്പോഴേക്ക് വേറെ എന്തെങ്കിലും ഒന്ന് കാണും. ഇത് ഫാത്തിമക്ക് ഇഷ്ടമാണ്, ഉസ്താദിനറിയാം. ഉടനെ വിളിക്കും, ദേവടാ മുരിങ്ങാക്കായി, എനിക്ക് വേണോ, ഞാൻ വാങ്ങട്ടെ എന്ന് വിളിക്കും. ഇത് ഭാര്യ മരിക്കുന്നത് വരെ തുടർന്നു. എന്തൊരു സ്നേഹത്തിലായിരുന്നു അവർ ജീവിച്ചത്. നമുക്കൊക്കെ പാടാവാനായിരിക്കണം ചിലപ്പോൾ ഉസ്താദ് നമ്മുടെയൊക്കെ ഇടയിൽ വെച്ചിട്ട് ഭാര്യയ്ക്ക് വിളിക്കുന്നത്. പിന്നെ ഒരു യാത്രയിൽ നിങ്ങൾ വന്ന് ഇറങ്ങിപ്പോകുമെന്ന് പറയാൻ പറ്റില്ല, വിളിക്കാൻ. പിന്നെ സല്ലാപത്തിനൊന്നുമല്ലല്ലോ, ആവശ്യം വേണമെന്ന് ചോദിക്കാനല്ലേ. ഭാര്യ മരിച്ചു. അതോടുകൂടെ ഉസ്താദ് 100% കിടപ്പിലായി. താങ്ങായിരുന്നു, തണലായിരുന്നു, തൻ്റെ ഏറ്റവും വലിയ ധൈര്യമായിരുന്നു, തൻ്റെ ഇടമായിരുന്നു. ഭാര്യ മരിച്ചു. അതോടുകൂടി മഹാൻ കിടപ്പിലായി. ഒരു 1.5 വർഷത്തിന് ശേഷം മരണപ്പെടുകയും ചെയ്തു. പിന്നെ വലിയ പ്രഖ്യാപനങ്ങളൊന്നും നമ്മൾ കണ്ടില്ല. പലരും പറയാൻ പഠിക്കുന്നത് സമ്മേളനങ്ങളുടെ അവസാനം ഉസ്താദ് കയറിയിട്ടുള്ള ആ ഒരു ഗർജനം പ്രഭാഷണമല്ലായിരുന്നു, അത് ഇടിമുഴക്കായിരുന്നു. പൊടിയൊക്കെ അടിച്ച് നിരത്തിയിട്ടുള്ള ആ പ്രഭാഷണം, അതൊന്നും ഭാര്യ മരിച്ചതിന് ശേഷം നമ്മൾ കേട്ടില്ല. അത്രമേൽ ബന്ധം, ആത്മബന്ധം. മുഹമ്മദ് നബി തങ്ങളുടെ ചരിത്രം ഞാൻ പറഞ്ഞല്ലോ. ഇത് കണ്ടു വളരുന്ന കുട്ടികൾ ഒരിക്കലും പ്രശ്നകാരികളാകില്ല. ഇതിന് നമുക്ക് പറ്റണില്ലേ? കുട്ടികൾ പഴച്ചതിന് സ്വയം പഴിക്കേണ്ടി വരും. അവരെ പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടായി.